ഐം ക്രീം സൗഭഗ് ക്ലിം ഐം സൗഭഗ്. നീലകണ്ഠ ബാബാ പറ. കഞ്ചാവ് കൃഷി നടത്തി നോക്കി, പെണ്ണ് കച്ചവടത്തിലുണ്ടായി, റൗഡികളൊക്കെ സംഘടിപ്പിച്ചു, റിയൽ എസ്റ്റേറ്റ് കച്ചവടം കുടഞ്ഞാൻ നോക്കി, ഷെയർ മാർക്കറ്റിൽ കോടിക്കണക്കിന് പണം സമ്പാദിച്ചു ബാബാ. എല്ലാ രാഷ്ട്രീയ പാർട്ടീസിനും ഫണ്ട്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാരും എന്നെ എന്റെ മോനെയും പേടിപ്പിക്കുകയല്ലാതെ മിനിമം ഒരു കൗൺസിലർ പദവി പോലും വെച്ച് നീട്ടിയില്ലെന്ന്. എന്റെ പയ്യനെ MLA ആക്കണം ബാബാ. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലല്ലോ. ഗുരുവിന്റെ വീട്ടിൽ കേതുവും ചന്ദ്രന്റെ വീട്ടിൽ രാഹുവും കാല് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെ ജാതകത്തിൽ ശനി താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ശിവനേക്കാൾ ശനി ശക്തിയുള്ളവനാണ്. കൈലാസ ശൃംഗത്തിൽ ഉഗ്രത്തോടിരിക്കേണ്ട ശിവൻ ശനിയുടെ ബാധിപ്പ് കാരണം എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. ശനി വളരെ മോശപ്പെട്ട ഒന്നാണ്. പരിഹാരം പറയൂ ബാബാ. നരബലി. എല്ലാ ബലിയേക്കാളും നരബലി വളരെ ശക്തിയുള്ളതാണ്. ആരൊരുവൻ നരബലി നൽകുന്നുവോ അവന്റെ വീട്ടിൽ പണമഴ പെയ്തുകൊണ്ടേയിരിക്കും. പ്രശസ്തിയും പദവിയും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ലഭിക്കും. ദേവകന്യക ജനിച്ച സമയത്ത് ജനിച്ച ഒരു കന്യകയെ നരബലി കൊടുത്താൽ നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ 3-ാം പാദത്തിൽ മിഥുന രാശിയിൽ ജനിച്ച സൗന്ദര്യ റാണിയാണ് ആ പെൺകുട്ടി. നിന്റെ ജീവിതാഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു സൗന്ദര്യ റാണിയാണവൾ. നീളമുള്ള കേശമുള്ള ആ പെൺകുട്ടിയെ കാളിക്ക് നരബലി കൊടുത്താൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും. 15 ദിവസത്തിനുള്ളിൽ നീ നരബലി നടത്തണം. അപ്പോൾ മുതൽ ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു കന്യക എവിടെ കിട്ടും ബാബാ? അതെ നീലകണ്ഠൻ, അത് ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ബാബാ. ത്രേതായുഗത്തിലും ദ്വാപര യുഗത്തിലും തപസ്സുകൾ, യാഗങ്ങൾ, ഹോമങ്ങളും ചെയ്തു. ദൈവം പ്രത്യക്ഷപ്പെട്ട് വരങ്ങളും നൽകി. അതാണ് സത്യം. അതിനെത്രയോ തെളിവുകളുണ്ട്. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള പുരാണ ഇതിഹാസങ്ങളുമുണ്ട്. കലികാലത്തിലും പൂജകളും ബലികളും നടത്തിയാൽ ഗ്രാമദൈവങ്ങളും കുലദൈവങ്ങളും ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനേക്കാൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനു വേണ്ടി എത്രയോ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലത്തെ സമയങ്ങളിൽ മനുഷ്യന്റെ ബലഹീനതയെ പ്രയോജനപ്പെടുത്തി പണത്തിനു വേണ്ടി കള്ളസ്വാമിമാരും ബാബാക്കളും ഓരോ തെരുവിലും മുളച്ചു വന്നു. മൃഗബലിയേക്കാൾ നരബലിയാണ് ശക്തി ഉള്ളതെന്നും അങ്ങനെ നരബലി നൽകിയാൽ കാളി ദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈ അന്ധവിശ്വാസത്തിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. വള്ളത്തിൽ യാത്ര ചെയ്താൽ അത് യാത്ര, പക്ഷെ ആ വള്ളത്തിനുള്ളിൽ വെള്ളം കയറിയാൽ അത് അപകടം. ഒരുപാട് സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? സച്ചിൻ സെഞ്ചുറി അടിച്ചപ്പോ എത്ര സന്തോഷപ്പെട്ടിട്ടുണ്ടാവും. എനിക്കിപ്പോ അത്ര സന്തോഷമുണ്ട്. സ്വയം സച്ചിനായിട്ട് കമ്പയർ ചെയ്യാ. ഒന്ന് വെയിറ്റ് ചെയ്യും മുത്തേ, പിച്ചിലിറങ്ങി എന്റെ കളി ഞാൻ കാണിച്ചു തരാം. എന്നെന്താ ഇവിടെ കൊണ്ടുവന്നത്? ഇതാണ് നമ്മുടെ റൊമാൻസ് സ്പോട്ട് ബേബി. എന്താ ഇത്? പ്രേതം കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. പ്രേതമില്ല, പിശാചുമില്ല. സെക്യൂരിറ്റി ഗാർഡിനും കാവൽ നായ്ക്കും പൈസ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോയിരിക്കുക. അതൊന്നും കാര്യമാക്കണ, നീ അകത്ത് വാ. വേണ്ട സായ്, എനിക്ക് പ്രേതം എന്ന് വെച്ചാ പേടിയാ. ഞാൻ തന്നെ വലിയ പ്രേത, എന്നെ കണ്ട് പ്രേതം പഠിക്കും. ഒന്ന് വാന്നേ, വേണ്ട സായ്, please. ടൈം വേസ്റ്റ് ചെയ്യല്ല, വാ. സുന്ദരി ഒന്നൊരു നാളെയാണ് കാലിമംഗലം. കഴിഞ്ഞ ജന്മത്തിൽ ഈ പാലസിന് നീ ആയിരിക്കും റാണി, ഞാൻ രാജാവും. അപ്പൊ ഫസ്റ്റ് നൈറ്റ് മിസ്സായി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മോർണിംഗ് സെലിബ്രേറ്റ് ചെയ്യാം. അടിപൊളിയാണല്ലോ. ഈ പിച്ചിൽ ഞാൻ എന്റെ കളി തകർക്കും. എന്ത്? ഇവിടെയോ? ഇവിടെ അല്ലെന്നേ, റൂമില്. വാടി എന്റെ ചക്കര മുത്തേ. അമ്മോ, എന്ത് മനോഹരമായ ആളാ. അമ്മമ്മമ്മോ,
ഹാളിന്റെ നടുക്ക് സെൻട്രൽ AC. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അതല്ലേ മുത്തേ നമുക്കും വേണ്ടത്. പ്ലീസ് ആയി നമുക്ക് ഇവിടുന്ന് പോവാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ നോക്കിയേ ഡാർലിംഗ്, അമ്പലത്തിലേക്ക് പോയിട്ട് പ്രസാദം കഴിക്കാതെയും തിയേറ്ററിലേക്ക് പോയിട്ട് സിനിമയും കാണാതെ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലതേ. ഒന്ന് മതിയാക്ക്. അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കാൻ നീ കൂടുതൽ പേടിപ്പിക്കല്ലേ. റൊമാൻസ് വരണമെങ്കിൽ ആദ്യം പേടി പോണം. രണ്ട് ഫീലിങ്സ് ഒരുമിച്ച് വർക്കാവില്ലല്ലോ ബേബി. സോ നിനക്ക് പേടി പോണെങ്കിൽ ഞാൻ അതിന് എന്ത് ചെയ്യണം? അയ്യോ, പറ ഡാർലിംഗ്. ഇതുപോലത്തെ ഒരു സ്ഥലത്താണല്ലോ ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വാ നമുക്ക് ഇവിടുന്ന് പോവാം. ഐഡിയ കൊടുകൈ. വാ എങ്ങോട്ട്? വാ എന്നല്ലേ പറഞ്ഞത്. എങ്ങോട്ടെന്ന് പറ. സായ്, സായ്, വാതില് തുറക്ക്. ഇവിടെ എന്തോ ഉണ്ട് സായ്. ഒന്നും പേടിക്കണ്ട. സായ്, പേടി പോയി കഴിഞ്ഞാ റൊമാൻസ് താനെ വന്നോളും. അങ്ങനെ സായ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ചേടാ നീ ഒന്ന് പേടിക്കാതിരിമത്തേ. വാതില് തുറക്ക് സായ്, please. ഇവിടെ മുഴുവൻ ഇരുട്ടാ സായ്. എനിക്ക് പേടിയാവുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല സായ്, പ്ലീസ്. എന്താ പെട്ടെന്ന് ശബ്ദം നിന്നു പോയത്? ചകരമുത്തേ, പൊന്നുമോളെ. ഇവിടെ വല്ല പ്രേത്യം കണ്ടിട്ടുണ്ടാവോ? അതോ പേടിച്ച് വടിയായോ? എന്റെ ഈശ്വര. ബേബി മോളെ, എടാ പരമനാറി, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ? നിന്നെ കൊന്ന് കുഴിച്ചു മൂടോടാ ഞാൻ പൊട്ടത്തലയാ. നീ പേടിച്ചല്ലേ? പേടിച്ച് തല ഇറങ്ങി കാണും. അതെന്താ നിനക്ക് മാത്രം പേടിപ്പിക്കാൻ അറിയൂ? എനിക്ക് അറിഞ്ഞൂടെ? പേടി പോയാ നീ റൊമാൻസ് ചെയ്യൂല്ലേ? വാടാ, എന്നാ ഇപ്പൊ ചെയ്യൂ. വാ. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ വീട്ടിലേക്ക് എന്റെ അമ്മ ഒന്ന് എണീക്ക്. വാ, നമുക്ക് ആദ്യം ഇവിടുന്ന് പോവാം. വേഗം വാ. പോ. നിക്കടാ. നിക്ക സായ്, പ്ലീസ്. എനിക്കിപ്പോ നിന്നെ കണ്ട പോലും പേടിയാന്നു. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. അവിടെ നിക്കാൻ. എന്തിനാ ധൃതി? കുറച്ചു നേരം നമുക്ക് റൊമാൻസ് ചെയ്തിട്ട് പോയാ പോരെ? ഇനിയും കുറച്ചു നേരം ഇവിടെ നിന്നാലേ നമ്മുടെ ജീവൻ പോകും. ആദ്യം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. നിന്റെ ഫേസ് ഇത്ര ഭീകരമായിരിക്കും എനിക്ക് അറിയാതെ പോയി. ഇനി ഒരിക്കലും ഞാൻ ഇവിടെ വന്ന് റൊമാൻസ് ചെയ്യില്ല. ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. വേഗം വാ. ഇത് പഴയ ബംഗ്ലാവോ അതോ പ്രേത ബംഗ്ലാവോ? ആവശ്യമില്ലാതെ ഇത്രയും ദൂരം വന്നു. കൂട്ടിക്കൊണ്ടെന്ന് എന്നെ വേണം പറയാൻ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. നിർത്തടാ. എടാ പേടിച്ചു തൂറി, നിനക്ക് പേടിയാണെങ്കിൽ എഴുന്നേറ്റ് പോടാ. പ്രേത സിനിമ കാണാൻ വന്നിരിക്കുക അവൻ. സുഖു, അല്ലെങ്കിൽ തന്നെ എന്റെ ഹാർട്ടിൽ ഹോൾ ഉണ്ടാ. മിണ്ടാണ്ടിരുന്നൊന്ന് സിനിമ കാണടാ. ശരി ശരി, നീ കണ്ടോ, ഞാൻ മിണ്ടായിരുന്നോളാം. മിണ്ടാതിരുന്നൊന്ന് സിനിമ കാണടാ. എന്റെ ഹാർട്ട് അടിച്ചു പോവാടാ. പണി കഴിഞ്ഞു. എടാ സുഖു, വീണ്ടും ചെറുനാരങ്ങയുടെ മാലയാണോ? ഞാൻ ഭയങ്കര സുന്ദരനല്ലേ, അതുകൊണ്ട് കണ്ണു കിട്ടായിരിക്കാൻ വേണ്ടി ഇട്ടതാ. ഓടാ പേടിത്തോണ്ടാ, പേടിത്തൂറി. നീ ആരെയാണ് പേടിച്ചൂരി വിളിക്കുന്നത്? ഇതുപോലെ തറ പ്രേതപ്പടങ്ങളൊന്നും ഇടാതെ നല്ല റൊമാൻറ്റിക് ആയി പറഞ്ഞു. അവിടെ ചിരി കണ്ടില്ലേ? എടാ സുഖു, നാരങ്ങാമാല ഇട്ടോണ്ട് സിനിമ കാണാൻ വരുന്നത് നീ മാത്രമാടാ. സേഫ്റ്റിക്കാണല്ലോ, സേഫ്റ്റിക്ക്. എന്തൊന്ന് സേഫ്റ്റി ആടോ? ഒരു വലിയ ഈവന്റ് വന്നിട്ടുണ്ട്, കുറച്ച് കാശ് കിട്ടും. വരുന്നോ? ഇവന്റോ? എടാ അളിയാ, നീ ഒരു നല്ല കാര്യം പറഞ്ഞത്. താങ്ക്സ്. ഇത് വെച്ചോളിയാ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേ. വന്നോളൂ. അല്ല, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? നേരെ പോയി വലതുവശത്തോട്ട് തിരിഞ്ഞ മൂന്നാമത്തെ വീടാ. നന്ദി കേട്ടോ. വാ തുറക്കരുത്. ഈ വീട്ടിലുള്ള ആരും നല്ലവരല്ല. ഐസ് വെച്ചേക്കും. ഐസോ? കോൺ ഐസ്. ഐസ് ഐസ് കോൺ ഐസ്. ഓ, അതാണോ? പിന്നെ നിങ്ങളെന്താ വിചാരിച്ചേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അതിരിക്കട്ടെ, നിങ്ങൾ ആരെ കാണാനാ വന്നത്? ജയചന്ദ്രന്റെ വീട് എവിടെയാ? ഒരുപാട് തവണ ചോദിച്ചു, പക്ഷെ ഒത്തു കിട്ടില്ല. അവിടെ